എന്താ അച്ഛാ? മോനെ, വിജിലൻസുകാർ ദേവിക മോളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. വിജിലൻസുകാരോ? അതെ, ആ കോൺട്രാക്ടർ മാമച്ചനും ശരത്തും കൂടെ ചതിച്ചതാ. എങ്ങനെയെങ്കിലും ദേവിക മോളെ രക്ഷിക്കണം. അച്ഛൻ പേടിക്കണ്ട, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാമോ? ഇല്ല, അത് പറഞ്ഞില്ല. സാരമില്ല, ഞാൻ അന്വേഷിച്ചോളാം. കൈക്കൂലി കേസാ. അതിന് ദേവിക കൈക്കൂലി വാങ്ങാറില്ലല്ലോ. വാങ്ങിയെന്ന കേസ്. അതാ ഞാൻ പറഞ്ഞത് ചതിയായിരുന്നെന്ന്. അച്ഛനൊരു കാര്യം ചെയ്യും, പ്രിയ എൻ്റെ ഓഫീസിലേക്ക് നയിക്കുക. വരുമ്പോൾ ദേവികയുടെ ആധാർ കാർഡും കൂടി കൊണ്ടുവരാൻ പറയും. ശരി മോനെ. പ്രിയേ, മോളെ പ്രിയേ, പ്രിയേ. സിദ്ധുണ്ണ എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. എന്നാ ഞാനും വരും. എങ്ങോട്ടേക്ക്? എനിക്കറിയാം സിദ്ധുണ്ണ എങ്ങോട്ടാ പോകുന്നതെന്ന്. എങ്ങോട്ടാണെങ്കിലും നിന്നെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. സിദ്ധുട്ടാ, ഞാനും വരുന്നുണ്ട്. ചന്ദ്രേ, പോവാൻ നോക്ക്. ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. സിദ്ധുണ്ട് കൂടെ ഞാനും വരും. നീ പറഞ്ഞ കേൾക്കില്ല അല്ലേ? ഇല്ല. സിദ്ധുട്ടാ, ഞാനും വരുന്നുണ്ട് കൂടെ. മാറിയെന്നേ. ചന്ദ്രയെ മാറാനാ പറഞ്ഞത്. ഇല്ല, മാറിക്കടി. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ അപമാനം സഹിക്കാൻ? എടി, അവന് നിന്നെ ഇഷ്ടമല്ല. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ പുറകെ നീ എന്തിനെങ്ങനെ വലിഞ്ഞു കയറി നടക്കുന്നേ? പോയതേ എന്റെ ഭർത്താവാ. അയാൾക്കൊപ്പം സഞ്ചരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഭർത്താവിനെ കുറിച്ചൊന്നും നീ പറയണ്ട. എന്റെ നിയന്ത്രണം തെറ്റിപ്പോവും. കൊള്ളത്തരം കൊണ്ട് നടക്കുന്നു. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഞാൻ എന്ത് കള്ളത്തരം ചെയ്തു? പറയണോ? ഞാൻ തന്നെ അത് പറയണോ? ദേ, എന്റെ വായിലിരിക്കുന്നത് കേക്കണ്ടെങ്കിൽ പോ. കുറച്ചു കാലം കൂടി നിങ്ങളുടെയൊക്കെ നെകളിപ്പ് സഹിക്കാൻ ഞാൻ ഉണ്ടാവും. ഡിവോഴ്സ് ചെയ്യാൻ പോവാ ഞങ്ങള്. കോടതി ഉത്തരവ് കിട്ടിയ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ ഞാൻ ചവിട്ടി ഇറക്കും. അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട. വേണമെന്ന് വെച്ചാ കരാറിൽ നിന്ന് എനിക്ക് പിന്മാറാൻ പറ്റും. ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. ഇതിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓർമ്മയുമില്ല, ബോധവും ഇല്ല. എല്ലാരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ലെന്ന് ഓർത്തോ നീ? പല നാൾ കള്ളനെ ഒരു നാൾ പിടിക്കപ്പെടും. എന്താ തങ്കച്ചി? അറിഞ്ഞോ? ഇല്ല. എന്തേ? ദേവികയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആണോ? ആ കൈക്കൂലി കേസാണോ? അത് തന്നെ. അവൾക്ക് അങ്ങനെ തന്നെ വേണം. വിഷ്ണുവിന് ജാമ്യം കിട്ടുന്ന ദിവസം ഇന്ന്. ആ ദിവസം തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അകത്താവുന്നത് നല്ലതാ. റിമാൻഡ് ചെയ്യുന്ന ഉറപ്പല്ലേ തങ്കച്ചി? പിന്നെ അല്ലാതെ. അഴിമതി കേസല്ലേ, പിടിച്ചിരിക്കുന്നത് വിജിലൻസാ. ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല. തന്നെയല്ല, ജോലിയും പോവും. അത് കൊള്ളാം. ആ ജോലി കിട്ടിയ പിന്നെ നിലത്തൊന്നും ആയിരുന്നില്ല അവള്. അവൾക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ അവള് കുറെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. അതിന് ദൈവം കൊടുത്ത ശിക്ഷ ഈ അറസ്റ്റ്. ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. അവരുടെ ആ കൂട്ടുകെട്ടെന്നോലെ പ്രധാനാണ് ഇവളായിരുന്നല്ലോ. ഇവളകത്തു പോയാ എല്ലാരും ഒന്ന് പതറും. ഈ സമയം കൊണ്ട് സിദ്ധുവിനെ വരുതിയിലാക്കാൻ പറ്റും. നീ നോക്ക്. എങ്കിൽ നീ രക്ഷപ്പെട്ടു. അതൊന്നും നടക്കില്ല തങ്കച്ചി. സിദ്ധുവിന്റെ അസ്ഥി കയറി പിടിച്ചിരിക്കുക ദേവിക. തന്നെയല്ല, വിഷ്ണു പുറത്തിറങ്ങാൻ പോവല്ലേ. എനിക്കിനി പഴയ പോലെ ഓടി നടക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. അതെന്താ? അതൊക്കെ അങ്ങനെയാ. അപ്പോ ഈ വിഷ്ണു എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരനല്ലേ?
നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? ആ, ആ, അതെന്താ തങ്കച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മണ്ടത്തരൊന്നും കാണിക്കല്ലേ മോളെ. വിഷ്ണുവിനെക്കാളും എന്തുകൊണ്ടും നല്ലത് സിദ്ധു തന്നെയാണ്. അതിന് ഞാനല്ലല്ലോ, സിദ്ധുടനല്ലേ എന്നെ വേണ്ടാന്ന് വെച്ചത്. വേണ്ടെന്ന് വെച്ചവനെ കൊണ്ട് വേണോന്ന് പറയിപ്പിക്കണം. അതിലാ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ദേവിക കുറച്ചു നാളത്തേക്കില്ല. ആ ഗ്യാപ്പ് നീ ഉപയോഗിക്കണം. എങ്കിൽ സിദ്ധു നിന്റെ കൈവെള്ളയിരിക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞതിനർത്ഥം? മനസ്സിലായി. ശരി. ചന്ദ്ര ഇതുവരെ പോയില്ലായിരുന്നു. ഇല്ല, ഞാൻ ഇറങ്ങിയത് അപ്പോഴേക്ക് നല്ലൊരു വാർത്ത കേട്ടു. എന്നാ പിന്നെ അതൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി അങ്ങനെ തിരിച്ചു വന്നതാ. നിങ്ങളെല്ലാവരും പൊക്കിയെടുത്തോണ്ട് നടക്കുന്ന ഒരു വിഗ്രഹം ഇല്ലേ, സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഗ്രഹം. ആ വിഗ്രഹം മുഴുവൻ ചെമ്പായിരുന്നു, വെറും ചെമ്പ്. ആരുടെ കാര്യമായി നീ പറയുന്നേ? ദേവികയുടെ കൈക്കൂലി കേസിൽ അവളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കൈക്കൂലി കേസോ? അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ലല്ലോ. അതാണ് പറഞ്ഞത്, അവള് ചെമ്പായിരുന്നൂന്ന്. ഒരാൾ ഇവിടുന്ന് വാലിന് തീ പിടിച്ച പോലെ പായുന്നുണ്ടായിരുന്നല്ലോ. ഈ വിവരം അറിഞ്ഞിട്ട് പോയത്. ചാനലായ ചാനൽ മുഴുവൻ ഇപ്പൊ ഈ വാർത്തയാ. ദേവിക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചതിയായിരിക്കും. നിങ്ങളിപ്പോഴും അവളെ വിശ്വസിച്ചിരുന്നു. എനിക്കറിയാം അവള് ശരിക്കും ആരാണെന്ന്. മുഴുവൻ കള്ളത്തര അവളുടെ ഉള്ളില്. സുതി കെട്ടിക്കൊടുത്ത താലി ഇട്ടോണ്ട് എന്റെ ഭർത്താവിന്റെ ഒപ്പം നേരവും കാലവും നോക്കാതെ ചുറ്റിക്കറങ്ങാൻ ഒരു മടിയും കാണിക്കാത്തവളാ അവള്. സ്വന്തം അമ്മായിയമ്മയെ കാണാതായിട്ട് ദിവസങ്ങളായി. കണ്ടുപിടിക്കാൻ ഒരു ചെറു വിരൽ അവൾ അണിക്കോ? അവളെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന നശിക്കൂ ഈ വീട്. അപ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ. മതി, നിർത്ത. ദേവിക ആരാണെന്ന് ചന്ദ്രൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അതിനുള്ള അർഹത നിനക്കില്ല. മറ്റൊരാളുടെ താലി ഊരാതെ സിദ്ധുവിന്റെ കൂടെ നടക്കുന്നു എന്നാണല്ലോ നീ അവളെക്കുറിച്ച് പറഞ്ഞത്. നീയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ആ വിഷ്ണു എന്ന് പറയുന്നതിനോടൊപ്പം ഓഫീസ് തുടങ്ങിയവളല്ലേ നീ? വെറുതെ ഓരോന്ന് പറയിപ്പിക്കണ്ട. അത് ചന്ദ്രയ്ക്ക് ഒട്ടും നല്ലതല്ല. അയ്യോ, ഞാൻ ഒന്നിനുമില്ലേ. അറിഞ്ഞ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ.